ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നാണ് കുടങ്ങൽ. പ്രധാനമായും തലച്ചോറിലുള്ള നരമ്പുകളെ ശക്തിപ്പെടുത്തുന്നതിനായി ഈയൊരു ഔഷധം ഉപയോഗിച്ചു വരുന്നു. നിലത്ത് പടർന്നു വളരുന്ന ഈയൊരു ഔഷധച്ചെടിയുടെ തണ്ട് വളരെ നേർത്തതാണ്. ഇലകൾ വൃത്താകൃതിയിലോ അതുപോലെ തന്നെ കിഡ്നിയുടെ ആകൃതിയിലോ കാണപ്പെടുന്നു. ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഈ ഒരു സസ്യത്തെ മൊത്തമായി തന്നെ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു. കഫപിത്ത രോഗങ്ങളെ ശമിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മൂത്രം ശുദ്ധീകരിക്കുന്നതിനും മൂത്രം നന്നായി പുറന്തള്ളുന്നതിനുമെല്ലാം ഈ സസ്യം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ധാതുക്കളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമെല്ലാം ഈയൊരു ഔഷധം വളരെ ഗുണകരമാണ്. വാർദ്ധക്യത്തെ അകറ്റി നിർത്തുന്ന ഒരു ഔഷധമായി പ്രവർത്തിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ബ്രോമോസൈഡ് എന്ന വസ്തു നമ്മൾക്ക് ഉറക്കം കിട്ടുന്നതിനും അതുപോലെ തന്നെ മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തടയുന്നതിനെല്ലാം ഇത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ചർമ്മരോഗങ്ങളിലും വ്രണരോഗങ്ങളിലും അതുപോലെ തന്നെ ശ്വാസം, ചുമ, ഹൃദ്രോഗം, പ്രമേഹം, ശ്ലീപതം, ഫിരംഗരോഗങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ശക്തി ഉണ്ടാകുന്നതിനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനെല്ലാം തന്നെ നമ്മൾ ഈ ഔഷധം കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു. പലതരത്തിലെ ഔഷധ മരുന്നുകളിൽ നമ്മൾ പ്രധാനമായും ഈ ഒരു സസ്യം ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല സമൂലം പിഴിഞ്ഞെടുത്ത് സ്വരസമാക്കി അതിൽ വെണ്ണ ചേർത്ത് കുട്ടികൾക്ക് പതിവായി കൊടുക്കുന്നെങ്കിൽ കുട്ടികളുടെ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ അവരുടെ ധാരണാശക്തി വർദ്ധിക്കുന്നതിനെല്ലാം വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ അപസ്മാരം, ഉന്മാദ രോഗങ്ങളിലെല്ലാം തന്നെ ഈ ഒരില ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ തലച്ചോറിലെ നരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനും ബലം നൽകുന്നതിനും വാർദ്ധക്യത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഈ ഔഷധം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഈ ചെടി നമ്മൾക്ക് പല പല ഭാഗങ്ങളായും മൊത്തമായും തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വല്ലാറൈ എന്ന് പറയുന്ന രൂപത്തിൽ ഒരു ടാബ്ലറ്റും നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇത് ശരീരത്തെ പുഷ്ടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സപ്തധാതുക്കളെ ഉത്തേജിപ്പിക്കുന്നതിനും നമ്മുടെ തലച്ചോറുകളെ നരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനും ഇതുകൊണ്ട് ചമ്മന്തി അരച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ നീരായി എടുത്ത് ഉപയോഗിച്ചുമെല്ലാം കാലാകാലങ്ങളായി ഇതെല്ലാം നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു വരുന്നു.